നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ഒരു 14-15 ലോങ്ങിൽ മൈലേജ് അത്യാവശ്യം കിട്ടും. ഇല്ല, 0 ക്ലെയിം ആണ്. വാറണ്ടി കഴിഞ്ഞു. നിലവിൽ വാറണ്ടി കഴിഞ്ഞിട്ടില്ല, വാറണ്ടി ഉണ്ട്. പിന്നെ 60,000 കിലോമീറ്റർ വരെ സർവീസ് പാക്കേജും ഉണ്ട്. ഇപ്പോൾ 21 കിലോമീറ്റർ 21,000 ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ 60,000 വരെയുള്ള പാക്കേജ് ഉണ്ട്. അപ്പോൾ ഇനി 2023 മോഡലാണ്. HTE IMT ഡീസൽ വണ്ടിയാണ്. ബേസ് ഓപ്ഷൻ, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ നമുക്ക് മാറ്റാം. അപ്പോൾ ഓഫായി പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. ഡീസലുമാണ്, മൈലേജ് ഉണ്ടാവും. 20ന്റെ മേലെ തന്നെ മൈലേജ്. ഓക്കെ, ഏതാ മോഡൽ? കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണോലോടെ ചോദിക്കണം. ഓക്കെ, ഏതാ മോഡൽ? ഇത് 23 മോഡലാണ്. 23 മോഡൽ വാഹനമാണ്. ഇപ്പോൾ വാറണ്ടി സാധാരണ 8 വർഷമാണ് വരിക. പിന്നെ 1.5 ലക്ഷം കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെ ഒരു 3-3.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും SS ഡ്രൈവിൽ സജീദ് ഖാന്റെ കൂടെയാണ്. സ്വാഗതം. ഓക്കെ, അപ്പോൾ മാങ്കാവ് തിരുവണ്ണൂർ ഗ്രാൻഡ് ബൈക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സജീക, GSTന്റെ മുമ്പും പിമ്പെന്ന് പറയാം. നമ്മൾ ആ സമയത്ത് അടുപ്പിച്ചൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഒന്ന് ലെവലായി വരികയാണ്. അപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റേറ്റിന്റെ കാര്യത്തിൽ എങ്ങനെയാ? റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് നല്ല വണ്ടികളാണ് നോക്കിയിട്ട് എടുക്കാറുള്ളത്. പിന്നെ നമുക്ക് ഓരോ പാർട്ടികൾ വരുമ്പോൾ അവരെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മളൊരു കച്ചവടത്തിന്റെ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ചിലപ്പോൾ അവർക്ക് വണ്ടികൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ വണ്ടികൾ ഇഷ്ടപ്പെടാതിരിക്കും. നമ്മൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബന്ധം ഉണ്ടാവും, കണക്ട് ആവും. അപ്പം അവരായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണോ എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ആ മാക്സിമം പ്രൈസ് ഞാൻ അവർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അതാണ് എൻ്റെ ഒരു കച്ചവടത്തിൻ്റെ രീതി. മാക്സിമം ഞാനിപ്പോൾ ചോദിക്കുന്ന വണ്ടികൾ ചിലപ്പോൾ റേറ്റുകൾ അല്ല, അത് മാക്സിമം ഞാൻ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് നമ്മൾ എടുക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന ഓരോരോ പാർട്ടികളെടുത്തുനിന്നാണ്. അവർ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നമ്മൾ പോയി കാണുമ്പോൾ ആ വണ്ടികൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ പ്രൈസ് കൂട്ടിയിട്ടാണ് എടുക്കുക. എല്ലാ വണ്ടികളും നല്ല വണ്ടികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ക്വാളിറ്റിയുള്ള വണ്ടിക്കുള്ള പ്രൈസേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ തമ്മിൽ ഒരു പാർട്ടി വന്ന് നമ്മളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതിൽ ചോദിക്കുന്ന പ്രൈസങ്ങളും ആരും നോക്കണ്ട. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എത്ര ഉണ്ടോ, ചിലപ്പോൾ ചോദിക്കുന്നതിന് നല്ല ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. എല്ലാം മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തോളാം, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ബാക്കി നമുക്ക് സ്റ്റോക്കിൽ തന്നെ കാണാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അധികവും കോമ്പാക്ട് SUV സെഗ്മെന്റ് തന്നെയാണ് അല്ലേ? എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യ വാഹനം ടൊയോട്ടയുടെ ഹൈറൈഡറാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2024 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർ V ഹൈബ്രിഡ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈബ്രിഡ് ആണ്, ഫുള്ളി ഹൈബ്രിഡ് അല്ല? ഫുള്ളി ഹൈബ്രിഡ്. അപ്പോൾ മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം? മൈലേജ് ഇപ്പോൾ ആവറേജ് അതിൽ നോക്കുമ്പോൾ 24ന്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ആവറേജ് എന്തായാലും ഒരു 21-22 ഒക്കെ എന്തായാലും കിട്ടുമായിരിക്കും അല്ലേ? അതിന്റെ മുകളിൽ എന്തായാലും കിട്ടും. കമ്പനി പറയുന്നുണ്ട് മൈലേജ് ഉള്ള വണ്ടിയാണ്. ഡ്രൈവിംഗിനനുസരിച്ചിട്ട്. ഏതാ രജിസ്ട്രേഷൻ? ഇത് KL 12 വയനാട് രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ്, അണ്ടർ വാറണ്ടിയിൽ 27 വരെ ഉണ്ടാവും അല്ലേ? 29 വരെ ഉണ്ട് വാറണ്ടി. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല 2 വർഷം കൂടെ. ഓക്കെ, V ഏറ്റവും ടോപ്പിന്റെ വാഹനം. മാനുവൽ പറഞ്ഞേ? ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടി. പനോറമിക് സൺറൂഫും കാര്യങ്ങളും വരുന്ന എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഇപ്പൊ പുതിയ പ്രൈസ് എത്ര വരുന്നുണ്ട്? പുതിയതിൻ്റെത് 2370. 2370 ഈ ഓപ്ഷൻ അല്ലേ? ഓട്ടോമാറ്റിക് V ഓപ്ഷന് GST കഴിഞ്ഞിട്ടുള്ള 2370 വരുന്നത്. ഇതിന്റെ കിലോമീറ്റർ എത്രയാ? ഇപ്പോൾ 32,000 കിലോമീറ്റർ. 32,000 ഇപ്പോൾ സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ചോദിക്കുന്നത് എത്ര? ഇത് 1970. 1970, ഏകദേശം 4 ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞു. ടൊയോട്ട ആണ്. അത്ര ഫസ്റ്റത്തെ ഓണറും കുറച്ച് നേരത്തെ കുറയ്ക്കുള്ളൂ, പിന്നെ നമ്മൾ പ്രോഫിറ്റ് ഇട്ട് കണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കുറയ്ക്കാനില്ല. ടൊയോട്ടൻ്റെതായതുകൊണ്ട് നമുക്ക് എടുക്കുമ്പോഴും അവർക്കും അറിയാം, പാർട്ടിക്കും അറിയാം ഇത് എത്ര കിട്ടും മാർക്കറ്റിൽ, ഇതെങ്ങനെ വാങ്ങാൻ പറ്റുന്നു. അതൊക്കെ ഒരു കണക്കിലാണല്ലോ കിട്ടുക. അതാണ് 1970 കൊണ്ടുപോകാം. ലോൺ ഒരു 18 കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ടാറ്റ ഹാരിയർ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ, ഒരു ഡാർക്ക് എഡിഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത്
ഇത് 2021 മോഡലാണ്. XZA പ്ലസ് ഡാർക്ക് എഡിഷന് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ഒരു 14-15 ലോങ്ങിൽ മൈലേജ് അത്യാവശ്യം കിട്ടും, ലോങ്ങിൽ കിട്ടും. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ ഒരു ഡോറ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏതാ? റൈറ്റ് സൈഡത്തെ. അത് റൈറ്റോ ലെഫ്റ്റോ? റൈറ്റ് സൈഡ്. റൈറ്റ് ഇപ്പുറത്ത്. ഏതായാലും ബാക്കത്തെ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ തന്നെയാണ്. പിന്നെ ഒരു ഞാൻ ഇവരെ പാർട്ടിന്റെ അടുത്ത് പോയപ്പോൾ ഒരു കൺജസ്റ്റഡ് റോഡാണ്, അപ്പോൾ അവിടെ സ്ക്രാച്ച് ആയിട്ട് അവർ ഷോറൂമിൽ തന്നെ ചേഞ്ച് ചെയ്തത്. ഒന്നുമില്ല, ഗ്ലാസ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഡോറ് മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 21 മോഡൽ XZA പ്ലസ് ഡീസൽ. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇതിന്റെ കിലോമീറ്റർ 68,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? ഓണർഷിപ്പ് സിംഗിൾ ആണ്, കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഒരു ബെൽറ്റിന് ഒരു സൗണ്ട് ഉണ്ടായിട്ട് അത് ഞാനാണ് ഷോറൂമിൽ നിന്ന് ചേഞ്ച് ചെയ്തതാണ്. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? എത്രയാ ഇത്? നമുക്ക് 14,90,000 രൂപ. XZA പ്ലസ് ഡാർക്ക് എഡിഷൻ 14,90 ഡാർക്ക് എഡിഷൻ. സിംഗിൾ ഓണർഷിപ്പ് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പുതിയ പിന്നെ ഷേപ്പും എല്ലാം മാറി. ഈ ഷേപ്പല്ല കംപ്ലീറ്റ് മാറി. അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവരും പുതിയ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഒരു 13 ലക്ഷം ലോൺ കയറും തീർച്ചയായിട്ടും. ഞാനും വണ്ടി മാച്ചാണ് ഏകദേശം. ഷർട്ട് കളർ സ്കോഡ സ്ലാവയാണ് അടുത്ത വാഹനം. KL 21 രജിസ്ട്രേഷൻ, തിരുവനന്തപുരം നെടുമങ്ങാടാണ് ലൊക്കേഷൻ വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 22 മോഡലാണ്. സ്റ്റൈല് 1.0 TSI പെട്രോൾ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൽ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും. പിന്നെ 1 ലിറ്റർ ടർബോ ആണ്, അത്യാവശ്യം പവറും ഉണ്ടാവും, കുഴപ്പമില്ലാത്ത മൈലേജും ഉണ്ടാവും. ലോങ് ഡ്രൈവിലൊക്കെ ഒരു 15-16 വരെയൊക്കെ 15 വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് വരുമ്പോൾ കിട്ടും ഏകദേശം മൈലേജ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല, സീറോ ക്ലെയിം ആണ്. വാറണ്ടി കഴിഞ്ഞു? നിലവിൽ വാറണ്ടി കഴിഞ്ഞിട്ടില്ല, വാറണ്ടി ഉണ്ട്. പിന്നെ 60,000 കിലോമീറ്റർ വരെ സർവീസ് പാക്കേജും ഉണ്ട്. എത്രയാ ഓടിയ? ഇപ്പോൾ 21 കിലോമീറ്റർ ഓടി. 21,000 ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ 60,000 വരെയുള്ള പാക്കേജ് ഉണ്ട്. അപ്പോൾ ഇനി 30, 40, 50, 60 4 സർവീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 13,60,000 രൂപ. 13,60,000. പുതിയ ഏകദേശം എത്ര ഉണ്ട് ഇതിൻ്റെ? അന്ന് അവർ ഇറക്കുന്ന ടൈമിൽ 20ന്റെ മുകളിലുണ്ട്. ഇപ്പം കാണിക്കുന്നത് 19,60,000 70,000. ഇപ്പൊ ചോദിച്ചത് 13,60. 13,60 ഈ ഒരു ലോ കിലോമീറ്റർ സ്ലാവിയ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഏറ്റവും ടോപ്പ് എൻഡ് 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ലോൺ ഒരു 13 ലക്ഷം വരെ കിട്ടും. 13 ലക്ഷം വരെ ലോൺ. ചെറിയ ഡൗൺ എല്ലാം ഇറക്കാം. അടുത്ത വണ്ടിയിൽ 4 ക്രെറ്റകൾ നിരന്ന് കിടക്കാണ്. നമ്മൾ പെട്ടെന്ന് ഒന്ന് അതിന്റെ ഡീറ്റെയിലേക്ക് പറഞ്ഞുതരാം അല്ലേ? അതെ. ഈ വണ്ടി ആദ്യത്തെ വണ്ടി 22 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് SX ഓയിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 46,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 22 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ്. എത്ര കൊടുക്കാതെ? ഇത് നമുക്ക് 17,50,000 രൂപ കൊടുക്കാം. 17.5 ലക്ഷം. നിലവിൽ 2 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഇതിൽ ഓൾമോസ്റ്റ് ഇത് 4 വണ്ടിയും വാറണ്ടി ഉള്ള വണ്ടികളാണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ലാത്ത ക്ലീൻ വണ്ടികളാണ്. ഇത് KL 39 രജിസ്ട്രേഷൻ ആണ്. അടുത്ത വണ്ടി ഇത് KL ഏതാ രജിസ്ട്രേഷൻ? ഇത് വരുന്നത് KL 4. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡലാണ്. നിലവിൽ പെട്രോൾ മാനുവൽ. SE പ്ലസിൽ പെട്രോൾ മാനുവലാണ്. പെനോറിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നല്ല? അല്ലല്ല, മിഡിൽ അല്ല, നൈറ്റ് എഡിഷൻ വണ്ടിയാണ് ഇത്. നൈറ്റ് എഡിഷൻ. ടോപ്പിന്റെ താഴേക്ക് വരുന്ന. അതെ. ഓക്കെ, ഇതിപ്പോ എത്രയാ? പെട്രോൾ മാനുവൽ. അതെ, പെട്രോൾ മാനുവൽ നമുക്ക് എത്ര കൊടുക്കാം? ഇത് 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം. ഓക്കെ, 2023 നിലവിൽ വാറണ്ടി. അടുത്ത വാഹനം വൈറ്റ് കളർ കട്ട. ഇത് KL 65 രജിസ്ട്രേഷൻ അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓല് പെട്രോൾ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പിന്റെ പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് ഇത്. അപ്പോൾ പെട്രോൾ മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 13,60,000 രൂപക്ക്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ്. ഈ 4 വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ അടുത്തത് ഇത് ഏതാ? ഇത് 21 മോഡലാണ്.
ക്രെറ്റ തന്നെ പെട്രോൾ മാനുവൽ വണ്ടിയാണ്. പിന്നെ നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 46,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 46,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഏത് ഓപ്ഷൻ ഇത്? SX എത്ര കൊടുക്കാം? ഇത് നമുക്ക് 12,25,000 രൂപ കൊടുക്കാം. 12,4 ലക്ഷത്തിന് ഈ ഒരു കറക്റ്റ് കൊണ്ടുപോകാം. അപ്പോൾ 3 ബ്ലാക്ക്, ഒരു വൈറ്റ്. അതിൽ തന്നെ പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ, ഡീസൽ, ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാം ഉണ്ട് അല്ലേ? എല്ലാ വണ്ടിയുണ്ട്. എന്താ വെച്ചാൽ എല്ലാ വണ്ടി ഓട്ടോമാറ്റിക് അല്ല, ഇത് മാനുവലാണ്. മാനുവൽ. ഇത് വൈറ്റ് പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, 2 പെട്രോൾ മാനുവൽ ഉണ്ട്. 4 വണ്ടികളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. ഫുൾ ഷോറൂം സർവീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടികളിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിക്കാം. ഇത് പ്രൈസ് ആസ്കിംഗ് ആണ്, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ടൈമിൽ ഒരു എത്ര വണ്ടികളല്ലേ പൊള്ളിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലോട്ട്. സെൽട്ടോസ് ആണ് അടുത്ത വാഹനം. KL 64 ചാലക്കുടി അല്ല, ചാലക്കുടി രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 മോഡലാണ്. HTE IMT ഡീസൽ വണ്ടിയാണ്. ബേസ് ഓപ്ഷൻ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ നമുക്ക് മാറ്റാം. അപ്പോൾ ഓഫായി പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. ഡീസലുമാണ്. മൈലേജ് ഉണ്ടാവും, 20ന്റെ മേലെ തന്നെ മൈലേജ്. അത്യാവശ്യം മൈലേജ് ഉണ്ട് വണ്ടി. ഓക്കെ, നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാന്നൊക്കെ ചെയ്ത് 28 വരെ വാറണ്ടി ഉണ്ട്. ഷോറൂമിൽ വാറണ്ടി വാറണ്ടി ഉണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. 360 ക്യാമറ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ അലൈവീല് കാര്യങ്ങൾ ഒരു 1 ലാഖിന്റെ അടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് ഇതിൽ. ഇതിന്റെ ബേസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. AC, പോസ്റ്ററി, 4 വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്, എല്ലാ ഫീച്ചേഴ്സ് അങ്ങനത്തെ എല്ലാം വരും. ഒരുപാട് ഫീച്ചേഴ്സ് വരും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 11,70,000 രൂപ. പുതിയ ഏകദേശം എത്ര ഉണ്ട്? എനിക്ക് തോന്നുന്നത് അന്ന് ഇറങ്ങുമ്പോൾ ഒരു 18 സംതിങ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, ഏകദേശം ഒരു 17 സംതിങ്ങിന്റെ അടുത്ത് വില വരുന്നുണ്ടല്ലേ? ഓക്കെ, പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 49,000 കിലോമീറ്റർ. 49,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 28 വരെ വാറണ്ടി ഉണ്ട്. ഫുൾ ഷോറൂം സർവീസുള്ള വണ്ടി. ഒരു 10-10 ലോൺ വരും. എന്തായാലും കിട്ടുമല്ലോ. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ കിട്ടും. അടുത്തത് കോമ്പാക്ട് സെഡാൻ ഹോണ്ട അമേസ് ആണ്. ഇപ്പോഴത്തെ ഷേപ്പിന്റെ തൊട്ട് മുമ്പത്തെ ഷേപ്പാണ്. അതാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 22 മോഡലാണ്. 23 രജിസ്ട്രേഷൻ വണ്ടി. VX പെട്രോൾ ഓട്ടോമാറ്റിക് CVT വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ അല്ലേ? അന്ന് VX-ന്റെ മേലെ ഓപ്ഷൻ ഇല്ലേ? VX തന്നെ ഉള്ളൂ ടോപ്പ്. അന്ന് ടോപ്പ് VX ആണെന്നല്ല? VX തന്നെ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ZX ഉണ്ട്. ഓക്കെ, KL 44 രജിസ്ട്രേഷൻ, കോതമംഗലം രജിസ്ട്രേഷൻ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 10-13 റേഞ്ച് മൈലേജ് കിട്ടും. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു ക്ലെയിമോ. ഓട്ടോ എത്രയാ? ഇത് 59,000 കിലോമീറ്റർ. 59,000. 2023 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. അപ്പോൾ വാറണ്ടി 26 വരെ. 26 1 മാസം. ഇനിയിപ്പോൾ 2-3 മാസമേ ഉള്ളൂ. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചെയ്യാൻ പറ്റും. പിന്നെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല, ചെക്ക് ചെയ്തിട്ട് തന്നെ അടുത്തത്. പിന്നെ ആര് എടുക്കുകയാണെങ്കിലും അവർ കൊണ്ടുപോയി ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എല്ലാ ഷോറൂം ഉണ്ട്, എല്ലാം ഉണ്ട്. നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാതും ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തെടുത്താൽ എല്ലാവർക്കും റാത്താണ്. എല്ലാ സൗകര്യം ഉണ്ട്. അല്ലല്ല, എന്താ പറയുക, അവർ പൈസ കൊടുത്ത് എടുക്കുന്നതല്ല. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുമ്പോഴും ഞാൻ ഓൾമോസ്റ്റ് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാറ്. പിന്നെ തിരിച്ച് അവർ കസ്റ്റമർ വരുമ്പോഴും ചെക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സുഖമായി. തീർച്ചയായും. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 7,70,000. 7,70,000. 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, VX ഓട്ടോമാറ്റിക് അമേസ് ആണ്. പെട്രോള്. പുതിയ ഏകദേശം എത്ര ഉണ്ട്? പുതിയ പിന്നെ ഷേപ്പും കാര്യമൊക്കെ മാറിയേ, പിന്നെ എന്നാലും പറയാണ് വില. പുതിയത് 10,70,000 അടുത്തോ ഓൺ റോഡ് ഇപ്പം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. അടുത്ത വണ്ടിയിലോട്ട്. മഹീന്ദ്ര ഥാർ അടുത്ത വാഹനം. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏറ്റവും ടോപ്പിന്റെ വാഹനം. 4x4 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 21. ഓട്ടോ എത്ര പോയി? 46,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. മേജറായിട്ടൊന്നുമില്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം. ഓക്കെ, സൈസ് ഉണ്ട്. എത്രയാണ് ഇനിയിപ്പോൾ ചോദിക്കുന്നത്? 14,90,000. 14,90,000. 21 മോഡൽ ഡീസൽ 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. നിലവിൽ 8 മാസത്തോളം ന്യൂ വാറണ്ടി ബാലൻസ് ഉണ്ട് അല്ലേ? ഞാൻ ചെക്ക് ചെയ്തോ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ എന്തായാലും ഒരു 13 ലക്ഷം വരെ എന്തായാലും ചാൻസ് ഉണ്ട് അല്ലേ? ഇതിന് പുതിയ എത്ര വരുന്നുണ്ട്? പുതിയ അന്ന് 21-22 ഇട്ടുണ്ടല്ലോ. അന്നത്തെ ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 1 ലാഖിൻ്റെ അടുത്ത് ഏകദേശം കുറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ.
ഈ താറിന്റെ ഒക്കെ സെഗ്മെന്റ് വേറെ വണ്ടികളുണ്ട് ഇപ്പൊ കയ്യിൽ നമ്മളിപ്പോ കാണിക്കാത്ത ഏതെങ്കിലും? എൻ്റെ നിലവിലൊരു 10-16 വണ്ടികളോളം സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് എല്ലാം കൂടി കാണിച്ചോളൂ, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റില്ല. ആരും കാണൂലല്ലോ, എല്ലാവർക്കും ടൈം ഉണ്ടാവില്ല. അപ്പോ നിലവിൽ അത്രയും വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ കാറ്റലോഗിൽ കിട്ടും? എല്ലാം ഉണ്ട്. ജീപ്പ് കോമ്പസ് ഉണ്ട്, പിന്നെ ജിംനി ഉണ്ട്, പിന്നെ 3-4 പർച്ചേസ് ചെയ്ത് വെച്ച വണ്ടികൾ ഉണ്ട്, പിന്നെ അൾട്രോസ്, എർട്ടിക, അങ്ങനത്തെ എല്ലാ സെഗ്മെന്റിലുള്ള വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചത് ഈ ഒരു ഇതാണ്, മറ്റേതൊക്കെ വേറെ സ്ഥലത്താണ്. ഓക്കെ, എന്തായാലും വരാൻ പോകുന്ന വണ്ടി കൂടെ കാണാം. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ടിയാഗോ ആണ്, KL5 കോട്ടയം വണ്ടി. ഒരു ചെറിയ സെഗ്മെന്റ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡലാണ്, എക്സെഡ് പെട്രോൾ മാനുവൽ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന പെട്രോൾ മാനുവൽ ആണ്. അലോയ് വരില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വാഹനമാണ്. ഓക്കെ, ഓട്ടോ എത്ര പോയി? 24,000, 24,000 കിലോമീറ്റർ ഓടി. 5 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ ആണ്. ഒരു ക്ലെയിമില്ല? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. മാനുവൽ ഒരു 13-17 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? ഇത് 5 lakh ആണ്. 5 ലക്ഷം. 5 lakhs 2021 എക്സെഡ്. ഇത് പുതിയ ഏകദേശം എത്ര ഉണ്ട്? എനിക്ക് തോന്നുന്നത് ഒരു 760 അടുത്ത്. 760 അല്ലേ? ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാം. ലോൺ ഒരു 4-4 വരെ കിട്ടും. ഓക്കെ, അടുത്തത് ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. ഹ്യുണ്ടായി i10 നിയോസ് KL76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 24 മോഡലാണ്, 25 രജിസ്ട്രേഷന്, കോർപ്പറേറ്റ് എഡിഷൻ എന്ന് പറഞ്ഞുള്ള പെട്രോൾ മാനുവലാണ്. പെട്രോൾ മാനുവൽ കോർപ്പറേറ്റ് എഡിഷൻ. ടോപ്പല്ല, ഏകദേശം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടച്ച് ഉണ്ട്, ക്യാമറ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, 0 വാറണ്ടി ഇപ്പോൾ 27 വരെ ഉണ്ടോ? 27 വരെ വാറണ്ടി. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 6,10,000 രൂപ. ഇന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട് ഏകദേശം? അന്ന് ഇറങ്ങുമ്പോൾ 8 സംതിങ് ഉണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞിട്ട് 760, 770 അടുത്ത്. 770. ഓക്കെ, കിലോമീറ്റർ എത്രയുണ്ട്? 28. 28,000 ഓടിയിട്ടുണ്ട്. 2024 മോഡൽ വാഹനം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. പ്രൈസ് ഒന്നിൻ്റെ ഫൈനലല്ല, എല്ലാം നേരിട്ട് വന്നു അത്രയേ ഉള്ളൂ. അടുത്ത ന്യൂ i20 അഡീഷണൽ ആയിട്ട് നല്ല അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. ഏത് ഓപ്ഷൻ ഇത് വരുന്നത്? ഇത് സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നു. സ്പോർട്സിൽ അന്ന് അലോയ്സ് വരുന്നുണ്ട്. ഇത് അഡീഷണൽ ചെയ്തതാണ്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 20 മോഡൽ 21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 62,000 പെട്രോൾ ഓട്ടോമാറ്റിക് i20 ആണ്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. i20 ഇറങ്ങിയ സമയത്തുള്ള വണ്ടിയാണ് അല്ലേ? ഈ ഷേപ്പ് ഇറങ്ങിയ സമയത്തുള്ള വാഹനമാണ്. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. അതൊന്നുമില്ല. ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ, ഇതിന്റെ വില, പുതിയ വണ്ടീൻ്റെ വില ഏകദേശം? ഇതിന്റെ വില ഇപ്പം ഞാൻ ചോദിക്കുന്നത് 7,10,000 രൂപയാണ്. 7,10. ഓക്കെ, പ്രൈസ് നമ്മൾ തുടക്കത്തിനെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കുറച്ച് തരത്തില്ല. നമ്മൾ ചോദിക്കുന്ന വില നോക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പുതിയ ഏകദേശം എത്ര ഉണ്ട് സ്പോർട്സ്? തോന്നുന്നത് 1070 ആ റേഞ്ചിലാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനമാണ്. മാക്സിമം ലോണും കാര്യമില്ലേ? മാക്സിമം ലോണും കിട്ടും. എനിക്ക് തോന്നുന്നത് ഒരു 6.5 എന്തായാലും കിട്ടും. ഓക്കെ, i20 അല്ലേ ഇത്? i20 ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ, അതാണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നത്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റിയ വണ്ടിയാണ് എടുത്തത്. ഹ്യുണ്ടായി എക്സ്റ്റർ അല്ലേ? ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2024 മോഡലാണ്. SX ഓല് കണക്ട് എന്നുള്ള ഓപ്ഷനിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ്. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ് ഉണ്ട്? എക്സ്റ്ററിന് മൈലേജ് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15-16. ലോങ്ങില് ടൗണിലൊക്കെയാണ് ഒരു 11-12 ഓട്ടോമാറ്റിക്. ലോങ്ങിലൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. സിറ്റിയിൽ ചവിട്ടി കൊടുത്താൽ കിട്ടൂല. ഹ്യുണ്ടായി വണ്ടിയാണ്. ഇതിന്റെ ഏതെടുത്താലും കിട്ടൂല. i10 ഗ്രാൻഡായാലും ഏതായാലും കിട്ടൂല. ഇത് KL55 തിരൂർ രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,000 മാത്രം ഓടിയ വാഹനം. അതാ ഞാൻ പറഞ്ഞത്, വലിയൊരു ഓട്ടം പോയിട്ടില്ല. അപ്പോൾ അണ്ടർ വാറണ്ടിയിലുമാണ്. എല്ലാം എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്കൊരു 890 ആണ് ആസ്കിങ്. 890. പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര ഉണ്ടാവും? 1080 അടുത്ത് വില. 1080 അല്ലേ? ഓക്കെ, 890 ആണ് ഇപ്പോൾ ചോദ്യം.
എന്തായാലും കുറച്ച് തരും പുള്ളി. അല്ല എന്തായാലും ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. 4000 കിലോമീറ്റർ ലോണും മാക്സിമം കയറും ഒരു 7 വരെ കിട്ടുമല്ലോ. കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം വീണ്ടും ഒരു ഹൈ റൈഡർ തന്നെ, KL 7 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെയിം ഓപ്ഷൻ തന്നെ, ഇത് നേരത്തെ കണ്ടോ ഹൈബ്രിഡ് തന്നെയാണ്, ഫുള്ള് ടോപ്പ് ആൻഡ് ഹൈബ്രിഡ് തന്നെ അല്ലേ. ഓക്കെ, മൈലേജ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 20ന്റെ മേലെ തന്നെ ഏകദേശം മൈലേജ് ഉണ്ടാവും. ഇത് ഓട്ടം എത്ര പോയി? ഇത് 56,000, 56,000 കിലോമീറ്റർ ഓടിയ മോഡല് 22 മോഡലാണ്. ഫുള്ളി ഹൈബ്രിഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ വാഹനമാണ്. നേരത്തെ ഫസ്റ്റ് കണ്ടത് നമ്മൾ 24 മോഡൽ, ഇത് 22 മോഡലാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 18,25,000 രൂപ. 18-25. ഓക്കെ, പുതിയ വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ട് 23 സംതിങ് വരുന്നുണ്ട്. പക്ഷേ ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം അത്ര ഉണ്ടാവും, 24-25 വില വരുന്നുണ്ട്. 18 തന്നെ ഉണ്ട്. 22 വരുന്നുണ്ട്. അത്യാവശ്യം വില ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും താല്പര്യമുണ്ട് വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം റെനോ കൈഗർ ആണ്. KL 62 രജിസ്ട്രേഷൻ. നല്ല നമ്പറാണ്, 1200 അല്ലേ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 21 മോഡലാണ്. RXL പെട്രോൾ മാനുവൽ. മിഡിൽ ഓപ്ഷൻ പെട്രോൾ മാനുവലാണ്. 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. മൈലേജ് ഒരു 13-16 റേഞ്ച് ഏകദേശം കിട്ടും. പെട്രോൾ മാനുവൽ. ഓക്കെ, 16 ചിലപ്പോൾ 17 വരെ കിട്ടും. 1 ലിറ്റർ അല്ലേ ഉള്ളൂ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ക്ലെയിം ആണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 മാത്രം. വളരെ ലോ കിലോമീറ്റർ ആണ്, 4 വർഷം കൊണ്ട്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 495. 4,95,000 രൂപ. ഇതിന്റെ മാഗ്നറ്റ് കയ്യിലുണ്ടോ? നിസാന്റെ ഇതേ കാറ്റഗറി മാഗ്നറ്റ് ഉണ്ട്, കയ്യിലുണ്ട്. മാഗ്നറ്റ് അങ്ങനത്തെ കുറെ വണ്ടികളുണ്ട്. ഇതേ കാറ്റഗറി വരുന്നത് ഇപ്പോൾ മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാലും കോൺടാക്ട് ചെയ്യാൻ. ലോൺ എത്ര കയറുമില്ല? ഇതിലെന്തായാലും ഒരു 4.5 4.5 വരെ കയറും എന്തായാലും ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു EV-യിൽ നമുക്ക് നിർത്താം. ടിയാഗോ EV ആണ്. ഏറ്റവും മൂവിങ് ഉള്ള ഒരു സെക്കൻഡാണ് EV-ൽ അല്ലേ. ഓക്കെ, ഫസ്റ്റ് തന്നെ റേഞ്ച് പറഞ്ഞുതരാം. റേഞ്ച് ഏകദേശം എത്ര കിട്ടുന്നുണ്ട് ഫുൾ ചാർജിൽ? ഫുൾ ചാർജിൽ കമ്പനി പറയുന്നത് 280 290 ഒക്കെ പറയുന്നുണ്ട്. നമ്മളെത്ര പറയുന്നത്? നമുക്ക് പറയാനുള്ള എനിക്ക് തോന്നുന്നത് 220 230 ആ റേഞ്ചിലേക്ക് കിട്ടും. ആ റേഞ്ചിൽ ഫുൾ ചാർജിൽ നിങ്ങൾക്ക് ഓടാൻ പറ്റും. ഓക്കെ, ഏതാ ഇത് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണോടെ ചോദിക്കണം. കറക്റ്റ്. ഓക്കെ, ഏതാ മോഡൽ? ഇത് 23 മോഡലാണ്. 23 മോഡൽ വാഹനമാണ്. ഇപ്പോൾ വാറണ്ടി സാധാരണ 8 വർഷമാണ് വരിക. പിന്നെ 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ലക്ഷം കിലോമീറ്റർ. ഓക്കെ, ഓട്ടോ എത്ര പോയി ഇപ്പോൾ? 46,000 കിലോമീറ്റർ. 46,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു EV ടിയാഗോ. എത്ര കൊടുക്കുക ഇതിപ്പോൾ? ഇത് നമുക്ക് ഒറ്റ മിനിറ്റ്, എത്ര പറഞ്ഞു? ഒന്നും കൂടി താത്തിക്കോ. 790 അല്ലേ? 8 ലാക്ക് പോയിക്കല്ലേ? പ്രശ്നമില്ല. ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 8 ലാക്കിന് കൊടുക്കാം. 8 ലക്ഷം ചോദ്യമാണ് അല്ലേ? കുറച്ച് കൊടുക്കാം. പുതിയ വണ്ടിക്ക് എത്ര വരുന്നുണ്ട്? 12,20,000 രൂപ. ഫുൾ ഓപ്ഷൻ? ഇത് ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ EV ആണ്. ലോങ് റേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ 8 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കോൺടാക്ട് ചെയ്യുക. ഇനി ഒരു 1 ലാഖിൻ്റെ മേലെ ഓടാനുള്ള വാറണ്ടി ഉണ്ട്. ബാക്കിയുണ്ട്. കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അപ്പോൾ താല്പര്യം എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറില്ല? ലോൺ എന്തായാലും ഒരു 7 ലാഖിൻ്റെ അടുത്തൊക്കെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് കാണിച്ച ഈ വണ്ടികൾ മാത്രമല്ല, ഒരുപാട് വണ്ടികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വിധത്തിലുള്ള വണ്ടികളുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് നമ്പറിൽ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലൊക്കേഷൻ ഒക്കെ കൂടി പറഞ്ഞുതരാം. മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂർ SS ഡ്രൈവ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.